സുനിൽ വാസുദേവാണ്. ഹെഡ് ഫോർ നജിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് മുട്ടായപ്പത്തിന്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഉത്സവപ്പറമ്പിലേക്കുള്ള മുട്ടായപ്പം കണ്ടോ? ഇത് ഉണ്ടാക്കി വെച്ച എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പക്ഷെ അത് ഉണ്ടാക്കുന്ന അപൂർവമായിട്ടാണ് കാണാറ്. നമ്മുടെ ചേട്ടൻ ചെയ്യണ കണ്ടോ? നല്ല വൃത്തിയായിട്ട് നല്ല തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിൽ ഇങ്ങനെ നമ്മളെ മൈദപ്പൊടിയും അരിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലായനി, അതായത് മിശ്രിതം. അതിൽ ഇങ്ങനെ എണ്ണയിൽ ഒരു സ്കെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഒരു കുഴൽ പോലെ. അതിൽ ആക്കി അത് ഇങ്ങനെ റൗണ്ടാക്കി തിരിക്കുമ്പോൾ കാണാം മനോഹരമായ മുട്ടായപ്പം ഉണ്ടാക്കും. ശർക്കര ജിലേബി, അതിൽ പഞ്ചസാര ജിലേബി ഉണ്ട് കേട്ടോ. അപ്പൊ കൂടുതലായിട്ട് ശർക്കര ജിലേബിയാണ് ചിലവാകുന്നത്, അതുകൊണ്ടാണ് അത് ഉണ്ടാക്കുന്നവര്. അപ്പൊ ദാ ഈ ലായനി കണ്ടോ, ഇതാണ് ശർക്കര ജിലേബി. ആ ചെമ്പന്ന് ഇത് നേരിട്ടായി കിട്ടു. ഇത് ഉണ്ടാക്കി വെച്ചതാണ്. ഉണ്ടാക്കി വെച്ച കിലോന് ഇപ്പൊ 200 രൂപ വില ഉണ്ട് ഇതിന്. നല്ല രസമുള്ള സാധനമാണിത്. ഉത്സവത്തിന് പോയാൽ എല്ലാവരും ഇത് വാങ്ങും, കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണിത് തിന്നാൻ. അപ്പം ഇത് ഓരോരോ ജില്ലകളും ഇതാണ്. മലപ്പുറം ജില്ലയിലാണ് കൂടുതലായിട്ട് ഇതുള്ളത്. മലപ്പുറം ജില്ലയിൽ ഉത്സവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് വിൽക്കും. ഈ ചേട്ടൻ കണ്ടോ, ഈ ചേട്ടൻ കണ്ടോ, ഇത് ചേട്ടൻ ശരി കണ്ടോ മൊത്തം. മുമ്പിൽ കുറേ വർഷങ്ങളായിട്ട് ഈ പരിപാടി ചെയ്യുന്ന ആളാ. 10-15 വർഷമായിട്ട് ഇവിടെ സന്തോഷകരമായിട്ട് മുട്ടായപ്പം ഉണ്ടാക്കി വിറ്റ് അതുകൊണ്ട് കുടുംബം നോക്കുന്ന ഒരാളാണ് ഈ ചേട്ടന്. ഉത്സവപ്പറമ്പിൽ ഈ കൊട്ട് കേൾക്കുക, അതിന്റെ കൂടെ ഉണ്ടാക്കുക. ഞാൻ കോഴിക്കോട് ജില്ലയ്ക്കാണ് പോണത്. കോഴിക്കോട് ജില്ലയിലെ മെയിൻ സാധനമാണ് ഈ മിഠായി, കളർ മിഠായികള്. പലതരത്തിലുള്ള മുട്ടായി ഉണ്ട്. 6 നമ്പർ ഉണ്ട് അതിന്റെ കൂടെ. ഉണ്ണിയപ്പം ഉണ്ടാവും. അവിടുത്തെ മെയിൻ സംഭവമാണ്. 2 ജില്ലയിൽ വ്യത്യസ്തമായിട്ടുള്ള ഉത്സവ ഭക്ഷണങ്ങളാണുള്ളത്. എന്താണ്, വെള്ള, മഞ്ഞ, നീല, ചുവപ്പൊക്കെ പല പല കളറിലുണ്ട്. ഈ ചേട്ടനാണ് ഇതിന്റെ ആള്. ഓക്കെ, അങ്ങനെ വ്യത്യസ്തമായ സാധനങ്ങൾ. ഇതിന് കൂടെ കുറെ ഐറ്റംസ് ഉണ്ട്. ഇത് തൂക്കി കൊടുക്കുകയാണ്. എണ്ണത്തിനും കൊടുക്കും, തൂക്കത്തിനും കൊടുക്കും. തൂക്കാണ് കൂടുതലുള്ളത്. ഇത് ഏകദേശം 200 രൂപ അടുത്തൊക്കെ കിലോയ്ക്ക് വരുന്നുണ്ട് വില. അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ ഉത്സവത്തിന്റെ മെയിൻ സംഭവങ്ങൾ. ഉത്സവത്തിൽ ഒരുപാട് രസങ്ങളുണ്ട്. ഉത്സവപ്പറമ്പ് പോയി കഴിഞ്ഞാൽ നമ്മൾ കാണാത്ത ഒരുപാട് ഐറ്റങ്ങൾ കാണാം. ഓക്കെ, അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക.